എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആപ്പിൾ ക്രംബിളാണ്. അപ്പം ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ആപ്പിൾ ക്രംബിൾ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആപ്പിൾ ക്രംബിൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 ആപ്പിൾ എടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ആപ്പിളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് ആപ്പിൾ മുറിച്ചിട്ട് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെയാണ് കറുവാപ്പട്ട പൊടിച്ചെടുക്കണമെങ്കിൽ അത് നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം, ഒട്ടും തരികേ പാടില്ല. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച ശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആപ്പിൾ പീസുകൾ. ഇനി നമുക്ക് ഇതിലെ ആ വെള്ളം വറ്റണടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. 175 ഗ്രാം മൈദ, 115 ഗ്രാം ബട്ടർ, 115 ഗ്രാം ഷുഗർ. ഇനി നമുക്കിതൊക്കെ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഉടച്ച് ഇതേപോലെ നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഇപ്പം നമ്മുടെ ആപ്പിളും ക്രംബിളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതേപോലൊരു ബേക്കിംഗ് പാനിലേക്ക് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഒരു പരന്ന പാത്രമാണ്. ഇപ്പം നമ്മളുടെ ആപ്പിൾ ക്രംബിൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ആപ്പിൾ ക്രംബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനും വളരെയധികം ടേസ്റ്റാണ്. തണുത്ത ശേഷം ഐസ്ക്രീമിൻ്റെ ഒപ്പം കഴിക്കാനും വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വ്ലോഗിൽ കാണാം.